ഇടതുമുന്നണിക്ക് പിന്നാലെ തീവ്ര ഇസ്ലാമിക സംഘടനകളോടൊപ്പം നിർത്താൻ ശ്രമം ആരംഭിച്ച UDF PV അൻവറിനെ മുന്നണിയിലെത്തിക്കുന്നത് SDPI വോട്ടുകൾ കൂടി ലക്ഷ്യമിട്ടാണ്. വെൽഫെയർ പാർട്ടിയെയും UDFിലെടുക്കാൻ ആലോചനയുണ്ട്. കേരള കോൺഗ്രസിനെ ലക്ഷ്യമിട്ടും നീക്കങ്ങൾ സജീവമാണ്. ഉപതെരഞ്ഞെടുപ്പുകളിൽ മുന്നേറാനായെങ്കിലും മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ദുർബലമായെന്ന തിരിച്ചറിവാണ് തീവ്ര മുസ്ലിം സംഘടനകളെയടക്കം ഒപ്പം ചേർത്ത് മുന്നണി വിപുലീകരിക്കാൻ UDF ശ്രമം നടത്തുന്നത്. ഇതിന്റെ ആദ്യപടി എന്നോണമാണ് PV അൻവറിനെ മുന്നണിയിലെത്തിക്കാനുള്ള നീക്കം. പോലീസിനെതിരായ വിമർശനങ്ങൾ SDPIയുടെ ശക്തി കേന്ദ്രങ്ങളിൽ അൻവറിനെ താരമാക്കിയിട്ടുണ്ട്. അൻവർ വന്നാൽ SDPI വോട്ടും ഒപ്പം പോരുമെന്നാണ് കണക്കുകൂട്ടൽ. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖമായ വെൽഫെയർ പാർട്ടിയെയാണ് UDF അടുത്തതായി ലക്ഷ്യമിടുന്നത്. വെൽഫെയർ പാർട്ടിയെ മുന്നണിയിൽ ഉൾപ്പെടുത്തണമെന്ന് CP ജോൺ അടക്കമുള്ള നേതാക്കൾ ആവശ്യമുയർത്തിക്കഴിഞ്ഞു. BJPയുടെ വളർച്ചയുണ്ടാക്കുന്ന വോട്ട് ചോർച്ച സന്തുലിതമാക്കാൻ വെൽഫെയർ പാർട്ടിയുടെ സ്വാധീനം ഉപയോഗപ്പെടുത്താമെന്നതാണ് ഫോർമുല. മുസ്ലിം ലീഗ് ഉള്ളതിനാൽ വടക്കൻ കേരളത്തിൽ UDFിന്റെ സാധ്യതകൾ വലുതാണ്. എന്നാൽ കേരള കോൺഗ്രസ് പോയതോടെ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും UDF അപ്രസക്തമായിരുന്നു. 7 വോട്ടുകൾ BJPയിലേക്ക് ഒഴുകിയതും UDFിന് തിരിച്ചടിയായി. ഇടതുമുന്നണിയിൽ അസംതൃപ്തരായി നിൽക്കുന്ന മാണി ഗ്രൂപ്പിനെ തിരിച്ചെത്തിക്കണമെന്നാണ് ലീഗ് അടക്കമുള്ള സംഘടനകളുടെ നിലപാട്. ഇതിനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. ജനം, തിരുവനന്തപുരം.